ശ്ലോകം 12. നത്വേവാഹം ജാതുനാസം നത്വം നേ മേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമത പരം. ഞാൻ ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല, നീയും ഇല്ലാതിരുന്നിട്ടില്ല, ഈ ജനാധിപന്മാരും മുമ്പ് ഇല്ലാതിരുന്നിട്ടില്ല, പുതിയതായിട്ട് ഒന്നും ഒട്ടുണ്ടായിട്ടുമില്ല, എല്ലാം എപ്പോഴും ഉണ്ട്. ജന്മാദ്യസ്യ യഥാ എന്നാരംഭിക്കുന്ന ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളാണ് ഇവിടെ ബാദരായണൻ വീണ്ടും പറയുന്നത്. ഭൗതികവാദിക്ക് ശരീരമാണ് ഞാൻ, ശരീരം നശിക്കുന്നതോടെ ആത്മാവ് നശിച്ചു പോകുന്നു. പക്ഷേ നശ്വരമായ ഈ ശരീരവും ഹ്രസ്വമായ ഈ ജീവിതകാലവും മാത്രമല്ല ആത്മാവിൻ്റെതായിട്ടുള്ളത്. ജന്മചക്രങ്ങളിലൂടെയുള്ള അനവധി പുനർജനികളിലൂടെ അനവധി ജനറേഷൻസ്, എത്രയോ സഹസ്രാബ്ദങ്ങൾ, മില്ലനിയകളായിട്ട്, എത്രയോ ജനറേഷൻസ് ആയിട്ട് നമ്മളുടെ ഓർമ്മ ആർക്കിടൈപ്പലായിട്ടുള്ള മെമ്മറി കട്ട പിടിച്ച ചൈതന്യ രൂപമായിട്ട്, വിജ്ഞാന ഘനരൂപമായിട്ട് ആ ആർക്കിടൈപ്പൽ മെമ്മറീസ് വാസനകളായിട്ട് നമ്മെ പിന്തുടരുന്ന ആ ചെറിയ ആർക്കിടൈപ്പൽ മെമ്മറീസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ, അത് മനുഷ്യന്റെ ജനറേഷൻ മാത്രമല്ല, പക്ഷിമൃഗാദികൾ മുതൽ എന്ന് ജീവൻ ഉത്ഭവിച്ചോ ഭൂമിയിൽ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആർക്കിടൈപ്പൽ മെമ്മറീസ് മുഴുവൻ പിന്തുടർന്ന് വന്നിട്ടുള്ള അവസാനത്തെ ഒരു കണ്ണിയാണ് നമ്മളിപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്നത്. അല്ലാതെ ഈ ചെറിയൊരു ഹ്രസ്വകാലത്തെ ശരീരത്തെ മാത്രമല്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ശങ്കരാചാര്യര്? സകലവും ചിദ്രൂപമാണ്. ചിദ്രൂപം എന്ന് പറഞ്ഞാൽ, ചിത്ത് എന്ന് പറഞ്ഞാൽ എനർജിയാണ്, ഊർജം, ചൈതന്യം. സകലവും എനർജി മാത്രമാണ്. ആ എനർജിയുടെ പുനരാവിർഭാവവും ഭ്രമണവും, റീസൈക്ലിംഗ് ഓഫ് എനർജി മാത്രമാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം. നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള ദൃശ്യപ്രപഞ്ചം ആ റീസൈക്ലിംഗ് ഓഫ് എനർജി മാത്രമാണ്. അപ്പൊ സത്യം ഈ ശരീരമല്ല, ഈ കാണുന്ന പ്രപഞ്ചരൂപവുമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഒരു സാധനം, വളരെ അദൃശ്യമായ അവ്യക്തമായ ഒരു ചിത്ത് രൂപമായ, സത്ത് രൂപമായ, സത്യരൂപമായ, ചിത്ത് സത്തും ആനന്ദവുമായ, അതിലാണ് എല്ലാ ബ്ലെസ്സും ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നിത്യസത്യമാണ് ശരിക്ക് നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ചിദ്രൂപത്തിൽ നമ്മളെ പോലെയുള്ള നാമരൂപാത്മകങ്ങളായ കുമിളകൾ, ചെറിയ ശരീരങ്ങളെയൊക്കെ കുമിളകളെ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പിന്നെയും ഇങ്ങനെ ജലത്തിൽ കുമിള ജനിക്കണമാതിരി, ജലോപരി കുമിളകൾ വരും, പൊട്ടും പൂവും, അടുത്ത കുമിള വരും, അതും പൊട്ടും പൂവും. അതിൽ പലപ്പോഴും മഴവില്ല് പ്രതിഫലിക്കും ഭംഗിയില്, ചിലപ്പോൾ മഴവില്ലൊന്നും പ്രതിഫലിക്കാത്ത സാധാരണ കുമിളിയായിട്ടും പൊട്ടിപ്പോവും. ഏതായാലും നാമരൂപാത്മകമായ ശരീരങ്ങൾ, അനവധി ശരീരങ്ങൾ കുമിളകളെ പോലെ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും പുനർജനിക്കുകയും ചെയ്യുന്നു. ഈ ഊർജസാഗരമാകട്ടെ ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല, ഒരു കാലത്തും പുതുതായിട്ടുണ്ടാവുന്നുമില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണത്. ആ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ് ഈസ് ഈക്വൽ ടു mc² എന്ന് പറയുന്ന വലിയ സമവാക്യമായിട്ട് ഐൻസ്റ്റൈനെ പോലുള്ള ആൾക്കാർ സൂത്രവാക്യത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള വാക്യം തന്നെയാണത്. അപ്പൊ ഈ മെമ്മറി, ഈ ആർക്കിടൈപ്പലായിട്ടുള്ള ഈ നിത്യസത്യമായിട്ടുള്ള ഞാൻ എന്ന മെമ്മറി ആർക്കുദിക്കുന്നുവോ, അവൻ ആരിൽ ഉദിച്ചുവോ ആ വ്യക്തിയുടെ ചിദ്രൂപമായ ആത്മാവ് ആയിട്ടാണ് ഇവിടെ കൃഷ്ണൻ ഇത് പറയുന്നത്. അല്ലാതെ അങ്ങനെ ആ ബോധി ഉദിച്ച ആ ചിതാത്മാവിന്റെ മനസ്സിൽ തോന്നിയതായിട്ടാണ് ഇവിടെ കൃഷ്ണന്റെ വാക്കുകൾ. അതായത് കൃഷ്ണന് അത് മനസ്സിലായി കഴിഞ്ഞു. ഞാൻ ഒരുപാട് കാലം നമ്മൾ ഈ ശരീരം അല്ല എന്ന് മനസ്സിലാക്കി, ആത്മാവാണെന്ന് മനസ്സിലാക്കി, അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ തന്നെയാണ് എന്നുള്ള അത് നമ്മുടെ ഉള്ളിലോ ഒതുങ്ങിക്കഴിഞ്ഞാല്, ഉൾക്കൊണ്ട് കഴിഞ്ഞാല് വരുന്ന വാക്കാണ് അവിടെ കൃഷ്ണൻ പറയുന്നത്. ഈ സൂത്രവാക്യമാണ് ഇന്ന് നമുക്ക് വൈരുദ്ധ്യാത്മക ഭൗതികവാദികളോട് പറയാനുള്ളതും. നിങ്ങൾക്കത് ഓർമ്മയില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ വൈരുദ്ധ്യാത്മകത്തിൽ പെട്ട് വട്ടം തിരിയണം. അത് ഓർമ്മ വന്നാൽ ആ നിമിഷം നിങ്ങളും ബോധ്യോദിച്ചു, നിങ്ങളൊരു ബുദ്ധനായി, നിങ്ങളൊരു ശങ്കരനായി, നിങ്ങളൊരു കൃഷ്ണനായി. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ജനാധിപന്മാരും ഞാനും നീയും എന്നും വർത്തിക്കുന്ന ഒരു ഊർജസാഗരത്തിൽ, നമ്മളൊക്കെ ഇതിലിങ്ങനെ ഈ ഊർജസാഗരത്തിൽ എന്നും ഉണ്ട്. നമ്മള് ഒരു ജനാധിപന് പകരം മറ്റൊരാളെ ഒരു ജനാധിപന് പകരം അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന് പകരം മറ്റൊരാളെ പ്രതിഷ്ഠിക്കുക
എന്നുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ കളികളും ഒക്കെ വെറും കുമിളകൾ പോലെ നശ്വരങ്ങളാണ്, നിസ്സാരങ്ങളാണ്. ജ്ഞാനം മാത്രമാണ് അനശ്വരം, ജ്ഞാനം മാത്രമാണ് ശ്രേഷ്ഠം, വിദ്യ മാത്രമാണ് ശ്രേഷ്ഠം, വിദ്യ മാത്രമാണ് അനശ്വരം. മറ്റുള്ള എല്ലാ വിപ്ലവ കളികളും, എല്ലാ രാഷ്ട്രീയ കളികളും, രാഷ്ട്രീയ ആഭാസങ്ങളും എല്ലാം വെറും നിസ്സാരമായ സംഗതികളാണ് എന്നുള്ളതാണ് ഇവിടെ വാസ്തവത്തിൽ പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത് ഒരു ഭരണത്തിന് പകരം വേറൊരു ഭരണത്തിനെ സ്ഥാപിക്കാനാണ്. അധർമ്മത്തിന് പകരം ധർമ്മത്തിനെ സ്ഥാപിക്കാനായതുകൊണ്ട് ധർമ്മം കൂടുതലുള്ള ഭാഗത്ത് കൃഷ്ണൻ നിന്നു, അത്രേ ഉള്ളൂ. പക്ഷേ കൃഷ്ണന് നന്നായിട്ട് അറിയാം ഇതൊക്കെ ഇനിയും നടക്കും, ഇതൊക്കെ മുമ്പും നടന്നിട്ടുണ്ട്, ഇനിയും നടക്കും, ഇത് സ്ഥിരമാണ് ഈ ലോകത്തിൽ എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ആ അറിവോടുകൂടെ പറയുന്ന വിസ്ഡം വേർഡ്സ് ആണത്. 13ാമത്തെ ശ്ലോകത്തില് ദേഹിനോ അസ്മിൻ യഥാദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ആത്മാവ് സാങ്കല്പികമാണ് എന്ന് വിശ്വസിക്കുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദി ശരീരം മരിച്ചാൽ ആത്മാവും മരിച്ചു എന്ന് വിശ്വസിക്കുന്നത് ധീരതയായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ ധീരൻ, ശരിയായ ധീരൻ എന്നിവിടെ ഉപനിഷത്തുകളും ഗീതയും വിളിക്കുന്നത്, ആ ധീരൻ ചിന്തിക്കുന്നത് മറ്റൊരു വിധത്തിലാണ്. ഇങ്ങനെയാണ്: ദേഹിയാണ് ഞാൻ, ആത്മാവാണ് ഞാൻ, ദേഹമല്ല, ദേഹിയാണ്. ആത്മാവായ ഞാൻ ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് കൗമാരം യൗവനം ജര മുതലായ അവസ്ഥകളും അവയിലുണ്ടായ അനുഭവങ്ങളും രോഗങ്ങളടക്കം സുഖവും ദുഃഖവും അടക്കം ഭുജിച്ചു. കൗമാരത്തിലെ ഞാൻ മരിച്ചിട്ടല്ല യൗവനത്തിലെ ഞാൻ ഉണ്ടായത്. കൗമാരത്തിലുള്ള ശരീരത്തിലുണ്ടായിരുന്ന സംഗതികൾ, സെല്ലുകൾ അടക്കം മരിച്ചുപോയി. എന്നിട്ട് പുതിയ സെല്ലുകളോട് കൂടിയ ഒരു പുതിയ ശരീരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിലിരിക്കുന്ന ഞാൻ എന്ന് വിചാരിക്കുന്നത് കൗമാരത്തിലെ ഞാനിനെ യൗവനത്തിലെ ഞാനായിട്ട് തന്നെയല്ലേ നമ്മൾ വിചാരിക്കുന്ന ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. ഞാൻ തുടർച്ചയായ ഒരു അനുഭവത്തിന്റെ ഭോക്താവാണ്. ദേഹമാകട്ടെ നിരന്തരം ക്ഷയിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. കൗമാരദേഹത്തിന്റെ മൃതിയിൽ നിന്ന് യൗവനത്തിൽ പുതിയൊരു ദേഹം ജനിച്ചു. യൗവനത്തിലെ ശരീരം മരിച്ചപ്പോൾ വാർദ്ധക്യത്തിലെ ദേഹം ജനിച്ചു. അവയിലെല്ലാം ഞാൻ എന്ന ബോധമായി നിത്യമായി കുടികൊള്ളുന്ന ദേഹി ഒട്ടും മരിക്കുന്നുമില്ല. എനർജി എവിടെ പോണില്ല. ആ എനർജി നമ്മുടെ കുടമുടയുമ്പോൾ കുടത്തിലിരിക്കുന്ന ആകാശം ചിതാകാശത്തിൽ വ്യാപിക്കണ മാതിരി, നമ്മളുടെ ഒരു മൺകുടം മാതിരി നമ്മുടെ ശരീരം അതോടയുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പ്രാണൻ, എങ്ങുമുള്ള പ്രാണനിലേക്ക് അങ്ങോട്ട് ലയിക്കുന്നതോട് കൂടിയിട്ട് ആ ആത്മാവിൽ തന്നെ വിലയിക്കുകയാണ് ചെയ്യുന്നത്, ചിതാത്മാവിൽ വിലയിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വെറും ദേഹാന്തരപ്രാപ്തി മാത്രമേ സംഭവിക്കുന്നുള്ളൂ, അതല്ലാതെ അത് നശിച്ചു പോണില്ല. ഇപ്രകാരം ജരാനര ബാധിച്ച ശരീരങ്ങൾ നശിച്ചു പോകുമ്പോഴും സൂത്രാത്മാവായിരിക്കുന്ന ദേഹി പുതിയൊരു ദേഹം സ്വീകരിക്കും എന്ന് മനസ്സിലാക്കി ജനന മരണാദികളെ കുറിച്ച് വേവലാതിപ്പെടാതെ, ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള, ജനിക്കുക മരിക്കുക എന്നുള്ളത് ഇത്ര വളരെ നാച്ചുറൽ ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. അതിനെക്കുറിച്ച് ഇത്രയൊന്നും വേവലാതിപ്പെടാനില്ല. ഇപ്പൊ ആസ്പത്രികളിൽ ജനനവും മരണവും വലിയ രണ്ട് അപകടം പിടിച്ച രണ്ട് സംഗതികളാക്കിയിട്ട് ജനങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇന്ന് മോഡേൺ സയൻസ് പോകുന്നത്. വാസ്തവത്തിൽ ഇത് മനുഷ്യ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ജനിക്കുക മരിക്കുക എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. അതിനെ നേരിടാനുള്ള കഴിവ് മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. അതിനെ നേരിടുന്നത് ഇപ്പൊ വലിയൊരു പ്രോബ്ലം ആയിട്ട്, വലിയൊരു ഡിസീസ് ആയിട്ടാണ് അതിനെ കാണുന്നത്. നോർമലായിട്ടുള്ള ഒന്നായിട്ട് അല്ല കാണുന്നത്. അപ്പൊ അങ്ങനെ ജനന മരണാദികളെ കുറിച്ച് വേവലാതിപ്പെടാതെ, ശരീരത്തിന്റെ ജനനത്തിൽ അധികം സന്തോഷിക്കാതെയും ശരീരത്തിന്റെ മരണത്തിൽ അധികം ദുഃഖിക്കാതെയും ഒരു സ്ഥിതപ്രജ്ഞതയോടുകൂടി സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കുന്നവനെയാണ് ധീരൻ എന്ന് ഉപനിഷത്തുകളും ഭഗവത്ഗീതയൊക്കെ വിളിക്കുന്നത്. അവന്റെ ധീരത ആത്മാവ് സാങ്കല്പികമായത് കൊണ്ടല്ല, അത് ശരീരത്തോടൊപ്പം നശിക്കും എന്ന വിശ്വാസം കൊണ്ടും അല്ല. ആത്മാവ് മാത്രമാണ് സത്യം, എനർജി മാത്രമാണ് സത്യം, അതിന് നാശം സംഭവിക്കുകയില്ല. ഈ കാണുന്നതും കേൾക്കുന്നതുമായ ഈ സെൻസറി ഓർഗൻസിനെ കൊണ്ട് കാണുന്നതും ഈ പഞ്ചഭൂതാത്മകവുമായ ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ചാലും അത് എനർജി എന്നുള്ള സാധനം നിലനിൽക്കുന്ന കാലത്തോളം അത് യഥാപൂർവം വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കും, അത് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇന്ന് വംശനാശം വന്ന ഒരു സാധനം വേറെ എവിടെയെങ്കിലും പെട്ടെന്ന് കാണാം അത് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. അതെങ്ങനെയാണ് നടക്കുന്നത്? അത് നടക്കും. അങ്ങനെയാണ്. അങ്ങനെ ഒരിക്കലും എന്നും നിലനിൽപ്പുള്ള, ഒരിക്കലും നാശമില്ലാത്ത ഒരു ഞാൻ, ആ ഞാൻ എന്ന ചൈതന്യത്തെ കുറിച്ചാണ് ഇവിടെ വാസ്തവത്തിൽ ഭഗവത്ഗീത സംസാരിക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
അങ്ങനെ അല്ലാതെ മനസ്സിലാക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഭഗവത്ഗീതയെ പല രീതിയിലും മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നത്.